ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ഫ്രിക്കിൾസ്, അതായത് ഒരു ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സിൽ അതിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഫ്രിക്കിൾസ് എന്ന് നല്ല നോക്കാം. ഫ്രിക്കിൾസ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ അറിയത്തില്ലായിരിക്കും, എന്നാലും കുറച്ചൊക്കെ ഒരു അറിവ് എല്ലാവരും കാണും. നമ്മുടെ ഈ ഫേസിൽ ഒരുപാട് മോക്കുരൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചെറിയ ചെറിയ കറുത്ത കുത്തു 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 സാധനങ്ങൾ ഉണ്ടാവും. അതിനിടയിൽ കറുപ്പല്ല ബ്രൗൺ സ്പോട്ട് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതൊരു എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും വരും, പക്ഷെ കുറച്ച് ലൈറ്റർ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് കാണിക്കും. പക്ഷെ എല്ലാ സ്കിൻകാർക്കും ഈ ഫ്രിക്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കാം നമ്മൾ എന്തുകൊണ്ട് ഫ്രിക്കിൾസ് വരുന്നു, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് കൂടാൻ ചാൻസ്, നമുക്ക് എന്ത് ചെയ്യാം ഫ്രിക്കിൾസ് വരുന്നത് തടയാനായിട്ട്. തടയാനല്ല, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറയുന്നതിന് അടുത്തത്. പിന്നെ ഏതൊക്കെ ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രിക്കിൾസ് മാറ്റാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് എന്താണ് ഫ്രിക്കിൾസ്, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, എപ്പിഡെർമിസ്, ഡെർമിസ് അങ്ങനെയൊക്കെ പറയത്തില്ലേ. ഈ എപ്പിഡെർമിസിനാണ് നമ്മൾ ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞത്. ഈ എപ്പിഡെർമിസിന്റെ ബേസിലാണ് നമ്മുടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആയിട്ടുണ്ട്, അതായത് മെലാനോസൈറ്റ്സ് ഉണ്ട്. ഈ മെലാനോസൈറ്റ്സ് മറ്റുള്ള സ്ഥലത്തോട്ട് പോയിട്ടാണ് നമുക്ക് സ്കിന്നിന് കളർ തരുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് ഈ മെലാനോസൈറ്റ്സിന്റെ അളവ് കൂടുതലാണെങ്കിലും ഇവര് നോർമലി കുറച്ച് അധികം പണി എടുക്കുന്ന ആൾക്കാരാണ്. നമ്മള് സോയിലി സ്കിന്നില് നമ്മള് സെബേഷ്യസ് ഗ്ലാൻഡ് പണിയധികം എടുക്കില്ല, അതുപോലെ ഈ മെലാനോസൈറ്റ്സ് കുറച്ച് അധികം പണിയെടുക്കും. ആ പണിയെടുക്കുന്ന കാരണമാണ് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതൽ ചില ചില ഭാഗങ്ങളിൽ നമുക്ക് നോർമൽ കളർ അല്ലാണ്ട് നമുക്ക് കുറച്ച് സ്പോട്ട് ആയിട്ട് വരുന്നത്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ ജെനറ്റിക്സ് കാരണമാണ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, എനിക്ക് ബ്രൗൺ സ്പോട്ടിന് കാരണം എനിക്ക് എന്റെ അമ്മയ്ക്ക് ബ്രൗൺ സ്പോട്ട് ഉണ്ട്, എനിക്ക് ജെനറ്റിക്സ് ആയിട്ടുള്ളതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്നെ ക്ലോസിൽ കണ്ടാൽ എനിക്ക് ബ്രൗൺ സ്പോട്ട് ഉണ്ട്, പക്ഷെ എന്റെ സ്കിൻ ഹെൽത്തി ആണെന്നൊക്കെ ഞാൻ ഒരു കഥ തന്നെ മിക്കവാറും ഷോർട്ടുകളിൽ പറയാറുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, കാരണം എന്റെ ഫ്രിക്കിൾസ് ജെനറ്റിക് ആയിട്ടുള്ളതാണ് ആൻഡ് ഐ ലവ് മൈ ഫ്രിക്കിൾസ്. അപ്പോഴത്തേക്ക് എനിക്കിഷ്ടമാണ്, എനിക്ക് എന്തോ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എന്റെ സ്കിന്നിൽ ഫ്രിക്കിൾസ് ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ഞാൻ പക്ഷെ അത് ഇന്റൻസിറ്റി കൂടാതെ ഇരിക്കാനായിട്ട്, അതൊരു നോർമൽ കളറിൽ നിൽക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അതൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നത് ജെനറ്റിക്സ് ആയിട്ട് ഫ്രിക്കിൾസ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് സൺ എക്സ്പോഷർ വരുമ്പോൾ ഈ ബ്രൗൺ സ്പോട്ട് കൂടുതലായിട്ട് വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മർ സീസണിൽ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് കൂടുകയും എന്നാൽ നോർമലി നമ്മുടെ മൺസൂൺ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കുറയുകയും ചെയ്യും. അത് ഇപ്പൊ അതെങ്ങനെ നമുക്കത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലോട്ട് വരുമ്പോൾ നമുക്ക് കുറെ ബ്രൗൺ സ്പോട്ട്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം എന്റെ ഫ്രിക്കിൾസ് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്കിത് മോക്കുരു അല്ലാന്ന് അറിയാൻ പറ്റും, കാരണം മോക്കുരു വന്ന സ്ഥലത്താണല്ലോ മോക്കുരുവിന്റെ പാട് വരുന്നത്. മോക്കുരു ആ ജെൽ സ്ഥലത്ത് പോലും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് അവിടെ ഫ്രിക്കിൾസ് ഉണ്ട്. എനിക്ക് ഇവിടെ എവിടെയോ ഒരെണ്ണം ലൈക് പ്രോമിനന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് ബ്രൗൺ സ്പോട്ട് ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും പോകാനൊന്നും പോണില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഫ്രിക്കിൾസ്. അപ്പൊ എന്തുകൊണ്ട് ഫ്രിക്കിൾസ് വരുന്നു, അത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലായി. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ജെനറ്റിക്സ് നമുക്ക് ഒന്നും ചെയ്ത് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്മുടെ സ്കിൻ കളർ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കളർ, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ, നമ്മുടെ മുടിയുടെ കളർ മാറ്റാം, എന്നാൽ നാച്ചുറൽ കളർ ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ DNA ഇംപ്രിന്റ് ചെയ്തിട്ടുള്ള സാധനം, നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ സൃഷ്ടിച്ചിറക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് ഇതിന്റെ ഇന്റൻസിറ്റികൾ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് സൺ എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രിക്കിൾസിന്റെ ഇന്റൻസിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഫ്രിക്കിൾസ് മാനേജ് ചെയ്യാൻ നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് സൺ പ്രൊട്ടക്ഷൻ, സൺ പ്രൊട്ടക്ഷൻ. രണ്ട് നമ്മുടെ ഈ ഉള്ള കളറിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഫ്രിക്കിൾസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സൺ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ SPF യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് നേരം പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് 50 to 20 മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി, നിങ്ങൾക്ക് ഫ്രിക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ SPF 50 PA4+ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾ വീട്ടിനകത്താണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അധികം പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ SPF 30 PA4+ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ബാൽക്കണിയിലോ അതല്ല പുറത്ത് നമ്മൾ എന്താ വലിയ ഇൻഡോസിന്റെ ഒക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് ടൈമൊക്കെ നമ്മൾ പുറത്ത് കളയുന്ന സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ SPF 50 യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല റീ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളിപ്പം ഇപ്പോഴത്തെ സണ്ണിന്റെ ഇന്റൻസിറ്റി നമുക്ക് അറിയാലോ. അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാക്സിമം ഒന്ന് കുട കരുതാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാപ്പ് കരുതാൻ ശ്രദ്ധിക്കുക. മാസ്ക് നിങ്ങൾക്ക് അത്ര ഇതിന്റെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുക. കാരണം സൺസ്ക്രീൻ എലോൺ നമുക്കൊരു ഫുൾ പ്രൊട്ടക്ഷൻ തരത്തില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഹാഷ് UV റേസിൽ നമുക്ക് അത്ര പ്രൊട്ടക്ഷൻ തരത്തില്ല. അപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അത്രയും മനസ്സിലായോ? സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മൾ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അപ്പൊ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ലൈറ്റ് ഫ്രിക്കിൾസ് നോക്കാം, ഡാർക്ക്
ആയിട്ടുള്ള ഫ്രെക്കിൾസ് നോക്കാം, കുറച്ച് നമ്പർ ഓഫ് ഫ്രെക്കിൾസ് ഉള്ള ആൾക്കാർ നോക്കാം, എന്നെ പോലെയുള്ള ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഫ്രെക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ആ ഒരുപാട് ഫ്രെക്കിൾസ് ലൈറ്റ് കളർ ആയിട്ടാണ്, ഒരുപാട് ബ്രൗൺ ആയിട്ടൊന്നും അല്ല, എന്നാൽ ഒരു നാരോ ലൈറ്റ് ബ്രൗൺ കളേഴ്സിലൊക്കെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആന്റി ഓക്സിഡൻസ് ആണ്. അതായത് വിറ്റാമിൻ സി, നയാസിനമൈഡ്, അതല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ടീ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് നിങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വിറ്റാമിൻ സി, നിയാസിനമൈഡ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. ഫ്രെക്കിൾസ് മാത്രം കുറയ്ക്കാനല്ല, ലൈറ്റ് ആക്കാൻ മാത്രമല്ല, നമുക്ക് ആന്റി ഏജിങ് ബെനിഫിറ്റ്സിന്. പിന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ആന്റി ഏജിങ്ങിന് വിറ്റാമിൻ സി പ്ലസ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓൾറെഡി വിറ്റാമിൻ സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഫ്രെക്കിൾസിനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അങ്ങനെ വിറ്റാമിൻ സി വെച്ചിട്ടോ അല്ലെങ്കിൽ നയാസിനമൈഡ് വെച്ചിട്ടോ യൂസ് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ 5% വിറ്റാമിൻ സി, 5% നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് വേ. അപ്പൊ അതന്നെ ഇന്ന് ഞാൻ റെക്കമെൻഡേഷൻസിലോട്ട് അധികം പോകില്ല, കാരണം ഇപ്പൊ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഫുൾ വീഡിയോ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് വീഡിയോസ് ഒക്കെ ഭയങ്കര വരുന്നതാണ്. അപ്പൊ ഞാൻ ചോട്ടാ വീഡിയോ ആക്കാനാണ് നോക്കുന്നത് ഇത് മാക്സിമം. എനിവേസ് നമ്മൾ ടോപ്പിക്കിലോട്ട് വരാം. അപ്പം നിങ്ങളൊരു ആന്റി ഓക്സിഡന്റ് എടുക്കാനായിട്ട് നോക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഫ്രെക്കിൾസ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് നമ്മുടെ കോജിക് ആസിഡ്, 2 ആൽഫ ആർബിറ്റിൻ. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ടാനിങ് ഉണ്ടെങ്കിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യും, സോറി ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഇത് രണ്ടും നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് രണ്ടും ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് ഞാൻ നേരത്തെ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ മെലാനിൻ പ്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ പിഗ്മെന്റ് തരുന്നത്. ഈ മെലാനിൻ പ്രൊഡക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കോജിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെല്ലാം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് നിങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ലൈഫ് ലോങ് നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും, ലൈഫ് ലോങ് ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യാൻ പറ്റും. കോജിക് ആസിഡ് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ഫ്രെക്കിൾസ് സമയം പറഞ്ഞില്ല, എപ്പോഴും നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ നമുക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. അപ്പം ആൽഫ ആർബിറ്റിനോ എന്ന് ചോദിച്ചാൽ ആൽഫ ആർബിറ്റിൻ ബേസിക്കലി യൂസ് ചെയ്യാം, പക്ഷെ സ്റ്റിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഞാനൊരു ഡോക്ടറിൽ നിന്ന് പഠിച്ചതാണ്, നമുക്ക് ആൽഫ ആർബിറ്റിൻ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുക. 2-3 മന്ത്സ് നമ്മളിപ്പോ ഒരു 4-5 മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2-3 മന്ത്സ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കോജിക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. 2%, 3%, 5%, 6% കാര്യം ഞാൻ പറയുന്നത് അത് പ്രിസ്ക്രിപ്ഷനിലോട്ട് പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഡാർക്ക് ഫ്രെക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം, ഇത് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന റൊട്ടീൻ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമുലേഷനിൽ എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ചില നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ചില നമുക്ക് 2 നേരം യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോർമുലേഷൻ അനുസരിച്ച് എങ്ങനെയാണോ പാക്കേജ് പറയുന്നത് അതുപോലെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫ്രെക്കിൾസ് അല്ല, നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ഫ്രെക്കിൾസ് ഉണ്ട്, പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോർണിംഗിൽ ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്തത്, അതായത് വിറ്റാമിൻ സി, നയാസിനമൈഡ് യൂസ് ചെയ്യുക, നൈറ്റിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഞാൻ പറയാൻ വിട്ടു. നിങ്ങൾക്ക് ഇനി ഇത് രണ്ടും കൂടെ ലൈറ്റും ഡാർക്കും ഒക്കെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് 2 സിറം ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നയാസിനമൈഡും കോജിക് ആസിഡോ അല്ലെങ്കിൽ നയാസിനമൈഡോ ആൽഫ ആർബിറ്റിനോ വിറ്റാമിൻ സിയും കോജിക് ആസിഡോ വിറ്റാമിൻ സിയും ആൽഫ ആർബിറ്റിനോ ഒന്നും ഒരുമിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടില്ല. ഇനി നിങ്ങൾ 24 ഏജിന് എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സിറം ഹെൽപ്പ് ചെയ്യും. കാരണം വെച്ചാൽ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മൈൽഡായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂടും. ഇത് കാരണം നമ്മുടെ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ 24 ഏജിന് എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ആന്റി ഏജിങ് റൊട്ടീനിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാധനവും നമ്മുടെ ആന്റി ഏജിങ് റൊട്ടീനിൽ വരുന്നതാണ്, എസ്പെഷ്യലി വിറ്റാമിൻ സിയും റെറ്റിനോൾ. ആന്റി ഏജിങ്ങിന്റെ റൊട്ടീൻ വേണമെങ്കിൽ ലൈക്ക് കാർഡ് കൊടുക്കാം, അത് കണ്ടു നോക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തേഴ്സ്ഡേ ചെയ്തതാണ്. അപ്പൊ അത് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചും പറ്റും. ഇപ്പം ഫ്രെക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രെക്കിൾസ് ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ഫ്രെക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. ഈ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ലൈക്ക് കുറേ റെക്കമെൻഡേഷൻ അങ്ങനെയൊന്നും ഞാൻ പറയാൻ പോകില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ഫേസ് വാഷ് ആയിരിക്കും നല്ലത്, നിങ്ങളുടെ മോയ്സ്ചറൈസർ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടെ നിങ്ങൾ സിറം എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെയെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ HA എന്ന് പറയുന്നിട്ടുള്ള ഫേസ് വാഷോ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മൈൽഡായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ആ ഔട്ടർ ലെയറിലുള്ള ആ ഒരു പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടേത് ഒരു ഓയിലി സ്കിൻ വിത്ത് ഫ്രെക്കിൾസ് ആണ്, നിങ്ങൾക്ക് HA BHA ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഡ്രൈ സ്കിൻ മാത്രമാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ HA എന്ന HA ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കിയതിനു ശേഷം വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുക.
അതിനുശേഷം നിങ്ങളുടെ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യുക. അല്ല നിങ്ങൾ കോജിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത്ര ഡ്രൈ ഒന്നും ആക്കണം, കുറച്ച് ചെറിയ ഡാം സ്കിന്നിൽ കോജിക് ആസിഡ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. നൈറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഏതാണ് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അത് യൂസ് ചെയ്യുക. അതിനുശേഷം സ്കിൻ ഡ്രൈ ആക്കിയതിനു ശേഷം റെറ്റിനോൾ, ദെൻ കോജിക് ആസിഡ് ആണോ ആൽഫ ആർബിറ്റോൺ എന്നുള്ളത് യൂസ് ചെയ്യാം. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വിറ്റാമിൻ സി സെറം നിങ്ങളുടെ സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയറിൽ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ മോയിസ്ചറൈസറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ സെറ്റപ്പ്. അപ്പൊ മനസ്സിലായില്ലേ? ഞാൻ റെക്കമെൻഡേഷനിലോട്ട് പോവാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ സാധനങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ കുറച്ച് റെക്കമെൻഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഫ്രെക്കിൾസ് നമ്മൾ എപ്പോഴും നമ്മൾ ഡാർക്ക് സ്പോട്ട് ആയിട്ട്, അതായത് നമ്മൾ വേറെ പലതുമായിട്ട് ഡൗട്ട് അടിക്കുന്ന സാധനങ്ങളാണ്. ചിലപ്പോൾ സ്കിൻ സൺ ഡാമേജ് എന്ന് തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾസ് മാർക്കാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ ഡിപ്പോസിറ്റ് ആയിട്ട് വന്നൊരു സാധനമാണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മളത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കും. അത് പോവാതെ കാരണം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അങ്ങനെ ഫ്രസ്ട്രേഷൻ വരണ്ട. 1. 2, ഫ്രെക്കിൾസ് ഒരു ബ്യൂട്ടിഫുൾ സാധനമായിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങളിപ്പോ ഫ്രെക്കിൾസ് എന്ന് വെച്ച് നിങ്ങളിപ്പോ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൊട്ടീൻ അപ്പുറം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് മേക്കപ്പ് റൊട്ടീൻ ആയിരിക്കും. ഫ്രെക്കിൾസ് എങ്ങനെ സ്കിന്നിൽ വരുത്താം, ഹെന്ന വെച്ചിട്ട് ഫ്രെക്കിൾസ് എങ്ങനെ ചെയ്യാം, പെർമനന്റ് ആയിട്ട് ടാറ്റു. ഇപ്പൊ ഞാൻ ടാറ്റു ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് നമ്മളിപ്പോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി വന്ന് ലിറ്ററലി ടാറ്റു ചെയ്തിട്ട് പോകണം ഫ്രെക്കിൾസ് ഫേസിൽ. അപ്പൊ ഫ്രെക്കിൾസ് ഫേസ് ടാറ്റു ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെർമനന്റ് മേക്കപ്പ് ആയിട്ട് ഫ്രെക്കിൾസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഫ്രെക്കിൾസ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ എന്ത് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തുണ്ടെങ്കിലും എല്ലാ ഇൻസെക്യൂരിറ്റിയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്ന ആളാണ്. അങ്ങനെ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ അത് നമ്മുടെ ഇൻസെക്യൂരിറ്റി ആണെങ്കിലും അതൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ ഫ്രെക്കിൾസ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് ഇൻസെക്യൂർ ആവുന്ന കാര്യമില്ല. നമ്മൾ ഈ പാർട്ടിൽ അത് നമ്മൾ ഇൻസെക്യൂർ ആയിട്ട് സൊസൈറ്റി കണക്കാക്കുന്നില്ല, മറ്റൊരു പാർട്ടിൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാണ്. ജസ്റ്റ് അതിനൊന്ന് ടാക്കിൾ ചെയ്ത് മാനേജ് ചെയ്ത് നിർത്തുന്നതാണ് ബെസ്റ്റ്. പ്രോമിനന്റ് ആക്കണം. കാരണം സൺ എക്സ്പോഷർ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. സോ അതൊന്ന് പ്രോമിനന്റ് ആക്കാതെ ഒന്ന് മാനേജ് ചെയ്ത് നിർത്തുന്നത് നല്ലതാണ്. അല്ലാണ്ട് ഇത് കംപ്ലീറ്റ്ലി ഗെറ്റ് ഡൺ ചെയ്യണം, അതെന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് അത്ര ഒരു എന്താ പറയുന്നത്, അത് നമ്മളെ തന്നെ അടുത്താക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എന്റെ ഫേസിൽ ഫ്രെക്കിൾസ് ഉണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താടി നിന്റെ പുറത്ത് കുറെ കുത്തു മൂക്കുരു പൊട്ടിച്ചാണോ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നെ കാണുമ്പോഴേ സുഖമാണോ പൊന്നു, പിന്നെയും സുഖമാണോ എന്ന് ചോദിക്കുന്നതിനപ്പുറം ആൾക്കാർ ഫസ്റ്റ് ചോദിക്കുന്നത് എന്റെ ഫ്രെക്കിൾസിനെ പറ്റിയിട്ടായിരിക്കും. ഭയങ്കര ഫസ്റ്റ് ടൈം ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ എന്താണ് മേക്കപ്പ് എന്ന് അറിഞ്ഞൂടാ. മേക്കപ്പ് അറിയാൻ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് മേക്കപ്പ് എന്താണെന്ന് അറിയില്ല. ആ സ്ഥലങ്ങളിൽ പോയി മേക്കപ്പ് വാങ്ങിച്ചിട്ട് ഞാനത് മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പണി സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എംബ്രേസ് ചെയ്യാൻ തുടങ്ങി. എന്റെ ഫ്രെക്കിൾസ് എനിക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. താങ്ക്സ് ടു നമ്മുടെ ഹാരി പോട്ടർ ക്യാരക്ടേഴ്സ്. അതിനകത്ത് നായികയില്ലേ, അവളുടെ പുറത്ത് ഹാർമോണിയുടെ പുറത്ത് ഒരുപാട് ഫ്രെക്കിൾസ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഫ്രെക്കിൾസ് നമ്മുടെ ട്വിലൈറ്റിൽ നായികയുടെ മുഖത്തൊക്കെ ഫ്രെക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഫ്രെക്കിൾസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി വരുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണ്. സോ അങ്ങോട്ടൊന്നും പോയി ആരും അന്തം വിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നും. ഫ്രെക്കിൾസ് നാച്ചുറൽ പാർട്ടാണ് ബോഡിയുടെ. പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറയും. സാധാരണ ഇത്രയും പറയാറില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രെക്കിൾസിനെ പറ്റിയിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ആയിരുന്നു. എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഡിസപ്പിയർ ചെയ്യാന്നുള്ളത്, ഫ്രെക്കിൾസ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.